നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥിയിൽ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് സൂര്യ വിജയകുമാർ ആണ്. സൂര്യ നമ്മുടെ ഒരു ബ്ലോഗർ കൂടിയാണ്, ഒരു ഡിജിറ്റൽ ഓൺടർപ്രണർ കൂടിയാണ് സൂര്യ. അപ്പോൾ സൂര്യ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തൂ, സൂര്യയുടെ ഒരു പ്രൊഫൈൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ. താങ്ക് യു പവിത്ര. ഞാൻ എന്റെ പേര് പറഞ്ഞില്ല, സൂര്യ. ഞാൻ 10 വർഷം മനോരമ ന്യൂസ് ഓൺലൈനില് അസിസ്റ്റന്റ് കണ്ടന്റ് പ്രൊഡ്യൂസർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ചിന്മയ മിഷൻ യൂണിവേഴ്സിറ്റിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസറായിട്ടാണ്. ചിന്മയ വിശ്വവിദ്യാപീഠത്തിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മനോരമയിലെ ജോലി കഴിഞ്ഞിട്ട് ഒരു 9 മാസത്തോളം ഞാൻ പുറത്തായിരുന്നു. പുറത്തെന്ന് വെച്ചാൽ കാനഡയിലായിരുന്നു. അപ്പം ജേർണലിസം വിട്ടിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട് വരാനുള്ള ഒരു റീസൺ മെയിനായിട്ടും ഈ ഒരു കാനഡ മൈഗ്രേഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സും ഒക്കെയാണ്. കാനഡയിലേക്കൊക്കെ പോവാന്നുള്ളത് പലരുടെയും ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ്. ഇപ്പൊ തന്നെ കേരളത്തിലൊക്കെ ഒരുപാട് പേര്, കാനഡ മാത്രമല്ല UK അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി ജീവിക്കണം, അല്ലെങ്കിൽ കേരളം വിട്ടുപോകണം എന്നൊക്കെ യുവാക്കളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അപ്പോൾ കാനഡയിൽ പോകുന്നു, കാനഡയിൽ നിന്ന് റിവേഴ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നു കേരളത്തിലേക്ക്. എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചതെന്നൊന്ന് ചുരുക്കി പറയാമോ? എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരാം എന്ന് തീരുമാനിച്ചത്? എന്തൊക്കെയായിരുന്നു ആ സമയത്തെ പ്ലാൻ? ഓക്കെ, ഒന്നാമത്തെ റീസൺ കാനഡ അല്ലെങ്കിൽ UK എന്ന് പറയുന്ന രാജ്യങ്ങളൊന്നും മോശമേ അല്ല. അത് ആദ്യമേ തന്നെ പറയട്ടെ. ഇപ്പം കാനഡയിൽ പോയിട്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നിലവില് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ കൂടുതലാണ്. അവർക്ക് സ്കിൽഡ് ലേബേഴ്സ് അല്ലെങ്കിൽ അവർക്ക് വൈറ്റ് കോളർ ജോബിന് വേണ്ടിയിട്ടുള്ള ആൾക്കാര് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് എക്സസ് ആയി. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് സത്യം പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അവർക്ക് നമ്മളവിടെ പോയിട്ട് ഇപ്പം ചെയ്യുന്നത് ശരിക്കും പിന്നെ എന്താ പറയാ, അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്യുന്ന മാതിരിയുള്ള ജോലികളാണ്. അപ്പൊ അതാണ് സർവൈവൽ ജോലിയായിട്ട് തുടങ്ങും. പക്ഷെ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സർവൈവൽ ജോബുകളിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാവുകയാണ്. നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് നല്ല പ്രൊഫൈലോട്ടൊക്കെ കയറി രക്ഷപ്പെട്ട് ഒരുപാട് പേരുണ്ട്. എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പൊ നിലവില് ആൾക്കാർ കൂടിയതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ട്. അപ്പം ഞാൻ പഠിക്കാൻ എടുത്തത് MBA ആണ്. MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ തന്നെയായിരുന്നു എടുത്തത്. അപ്പം ഈ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു കോഴ്സ് ചെയ്തായിരുന്നു. ഞാൻ ചെയ്തത് ഒരു കോഴ്സ് ചെയ്തത് ഹെൻറി ഹാർവി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ നിന്ന് ചെയ്തു. പിന്നെ ഇതായിട്ട് CDA എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് രണ്ടിടത്തുനിന്ന് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് പോയത്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിനാണെങ്കിൽ തന്നെയും രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. എന്റെ സീനിയേഴ്സ് ആയിട്ട് പഠിച്ച ആൾക്കാരൊക്കെയും നല്ല ഇതിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഏത് ജോലിക്കാണെങ്കിലും നമുക്ക് ആൾക്കാർ കൂടിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഒരുപാട് എടുത്ത് കന്നഡ റൈറ്റിങ്ങിനും ഡിജിറ്റൽ മാർക്കറ്റിനും ഒക്കെ ഇന്റർവ്യൂവിനും ഒക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ നമുക്ക് എന്താ പറയാ, കോള് പോലും വരാറില്ല. ഒരു കോള് പോലും വരത്തില്ല. നമുക്ക് ഡയറക്റ്റ് റിജക്ഷൻ ഇതാണ് വരുന്നത്. പിന്നെ അതായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയ സർവൈവൽ ജോലികളായിരുന്നു. പക്ഷെ സർവൈവൽ ജോലികളാണെങ്കിൽ പോലും കിട്ടുന്ന അവേഴ്സ് ഭയങ്കര കുറവാണ്. നമ്മുടെ ഫീസ് വന്നിട്ട് ഭയങ്കര കൂടുതലും അവേഴ്സ് 2-3 മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം എന്റെ ഹസ്ബൻഡിന് അവിടെ പോയിട്ട് ജോലി, ഒരു ബെറ്റർ ജോലി കിട്ടി. പക്ഷെ ഒരാളുടെ ജോലി വെച്ചിട്ട് മാത്രം നമുക്ക് ഇവിടെ ജീവിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ഇനിയും ഓൾറെഡി നമ്മൾ കുറച്ച് പൈസ മുടക്കി, പിന്നെയും നമ്മൾ വീണ്ടും ലക്ഷങ്ങൾ മുടക്കി അവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന PR പോലത്തെ മോളൊക്കെ കിട്ടുമെന്ന് ഉറപ്പില്ല. പിന്നെ വലിയ കടബാധ്യത വരുത്തി വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഉള്ള സമയത്ത് റീഫണ്ടും വാങ്ങിച്ച് പിന്നെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മണി വാങ്ങിച്ചിട്ട് തിരിച്ച് നാട്ടിൽ വരുന്നതായിരിക്കും നല്ലതെന്ന്. നാട്ടിൽ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് തന്നെ ജോബ് സെർച്ച് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോബ് സെർച്ച് നടത്തിയ സമയത്ത് നമ്മുടെ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് വേക്കൻസികളുണ്ട്. ഞാൻ എനിക്ക് ജോലി കിട്ടിയത് എന്റെ ഒരു കൊളീഗ്, അദ്ദേഹം അവിടുത്തെ പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ഇപ്പം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഇന്റർവ്യൂ എടുത്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് വേക്കൻസികൾ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല പേയ്മെന്റ് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുന്ന സംഭവത്തിന് കിട്ടുന്നുള്ളൂ. അതൊരു എമർജിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ആൾക്കാരെ വേണം. അപ്പം അതാണ് അതിന്റെ ഒരു സിനോറി എന്ന് പറയുന്നത് അതാണ്. അപ്പം പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ജസ്റ്റ് ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല. അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തതിൽ പറയാം. നമ്മളിപ്പോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളതാണ്. കാരണം ഒരുപാട് സ്ത്രീകള് അല്ലെങ്കിൽ ആരായാലും
വീടുകളിൽ ഇരുന്ന് അല്ലെങ്കിൽ അവർക്ക് മറ്റ് തിരക്കുകൾക്കിടയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംരംഭം എന്നുള്ളത്, പലപ്പോഴും റീസെല്ലിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആളുകൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ ചിലർ പറയും കേറ്ററിംഗ് ബിസിനസ്, അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ഉള്ളതല്ലാത്ത ബിസിനസ്സുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ സൂര്യ തുടങ്ങിയിരിക്കുന്നത് രണ്ടും ഒരു ഡിജിറ്റൽ ഓൺടർപ്രണർഷിപ്പുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? അതിന്റെ അത് റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന റേഡിയോ പ്ലാറ്റ്ഫോമാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അത് നമ്മുടെ കോവിഡ് കാലത്താണ് തുടങ്ങിയത്. കോവിഡ് കാലത്ത് ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ജോബ് ലോസ് ആയിരുന്നു. അപ്പം എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പം എനിക്ക് ട്യൂഷൻ എടുക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം പറഞ്ഞ ഈ കുക്കിംഗ് അല്ലാത്ത പ്രോഡക്ട്സ് അതിലൊന്നും എനിക്ക് എബിലിറ്റി ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പം എനിക്ക് ട്യൂഷൻ എടുക്കാൻ ഇഷ്ടമായിരുന്നു. ട്യൂഷൻ എടുക്കാൻ ഇഷ്ടമായപ്പോഴത്തേക്കും ഞാൻ 2-3 ചെറിയ ലേണിംഗ് പ്ലാറ്റ്ഫോംസിൽ ജോയിൻ ചെയ്തു, പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. പക്ഷെ പാർട്ട് ടൈം ആയിട്ട് ചെയ്തപ്പോൾ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന എഫോർട്ട് നല്ലപോലെ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ളൊരു പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ ആണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിന് അവർ ജസ്റ്റ് ഹൈസ്കൂൾ ക്ലാസ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഹൈസ്കൂൾ ക്ലാസ്സിന് അവർ 100 രൂപ മാത്രമൊക്കെ പേ ചെയ്യത്തൊക്കെ ഉള്ളൂ 1 മണിക്കൂർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചർ എടുക്കുന്ന എഫോർട്ടിന് യാതൊരുവിധ വാല്യൂ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഈ പറയുന്ന ഓൺലൈൻ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ തനിയെ തന്നെ തുടങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം ഇതിൽ സോഷ്യൽ സയൻസ് മലയാളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെയാണ് ഇഷ്ടപ്പെട്ടു തോന്നി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്താ വേറെ സബ്ജക്ട്സ് ഉണ്ടോ, വേറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോന്ന്. അപ്പൊ എനിക്ക് തോന്നി ശരിയാണ്. ഇപ്പം ഒരുപാട് സ്ത്രീകള് നല്ല ക്വാളിഫൈഡ് ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനത്തെ സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്തിട്ട് ഹയർ ചെയ്ത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ഇതൊരു വരുമാന മാർഗവുമാണ്, അതേസമയം അവരുടെ ആ പാഷൻ അവർക്ക് മീറ്റ് ചെയ്യാനും പറ്റും. അവർ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും. ഇപ്പൊ എന്റെ കൂടെ 9 ടീച്ചേഴ്സോളം ഉണ്ട്. അപ്പൊ ആ ഒരു ടീച്ചർ പോലും ഇത്രയും നാളായിട്ട് 2 വർഷമായിട്ട് അവർ വിട്ടിട്ട് പോയിട്ടൊന്നുമില്ല. അവര് നമ്മുടെ കൂടെ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ നിൽക്കുന്നവരാണ് അവരെല്ലാം തന്നെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന മാർജിൻ വളരെ കുറവാണ്. റൈറ്റ് ബോർഡിന്റെ മാർജിൻ വളരെ കുറവാണ്. ആ ടീച്ചർമാർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ കൊടുക്കുന്നത്. അവരെടുക്കുന്ന എഫോർട്ടിന് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന മെയിൻ കാര്യം. അപ്പൊ അവർക്കും അറിയാം എത്രയാണ് നമ്മൾ എടുക്കുന്ന മാർജിൻ എന്നുള്ളത്, അവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഇത് ഓർക്കണം, ഞാനൊരു 0 ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ഒരു സംഭവമാണ്. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ക്യാൻവയിൽ ഡിസൈൻ ചെയ്തു, പോസ്റ്റേഴ്സ് ഇട്ടു, അങ്ങനെ 0 ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് മാസം തരക്കേടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതെങ്കിലും തീർന്നു പോകുന്ന രീതിയിലുള്ള ഒരു വരുമാനം കിട്ടാന്ന് വെച്ചാൽ അത് നല്ലതാണ്. ഇപ്പം ഒരു 0 ഇൻവെസ്റ്റ്മെന്റ് ഫേമിന് 100 രൂപയെങ്കിലും വരുമാനം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് റൈറ്റ് ബോർഡ് എന്ന് വെച്ചാൽ ഒരിക്കലും നഷ്ടമല്ല. പിന്നെ നമുക്കതിൽ ഒരുപാട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ ചെറിയ ബഡ്ജറ്റാണ് ഓടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഗ്രോയിങ് ഇതിന്റെ ഇതുണ്ട്. പക്ഷെ അത് ഭാവിയിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പോ സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ? വളരെ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്ന് പറയാവുന്ന, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷനെ കുറിച്ച് പറഞ്ഞു, അത്തരത്തിലുള്ള കുറച്ച് സംരംഭ സാധ്യതകളെ കുറിച്ചൊന്ന് പറയാം. എന്തായാലും വേറെ കുറെ ഐഡിയകളൊക്കെ സൂര്യ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇത് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വിശദാംശങ്ങൾ കൂടി പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പോസ്റ്റ് ബൂസ്റ്റിംഗ് മാത്രമാണ്. പക്ഷെ അങ്ങനല്ല. ഇത് സത്യം പറഞ്ഞാൽ ഇതിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതിൽ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്, പിന്നെ അതുപോലെ കണ്ടന്റ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്, SEO വരുന്നുണ്ട്. SEO എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു അതിന്റെ ഒരു കുറച്ച് ഡെവലപ്ഡ് സ്റ്റേജ് ആണ്. അപ്പം തുടക്കത്തിലുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അവര് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് പഠിച്ചെടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അവർക്ക് ചെയ്യാൻ പറ്റും. അവരിപ്പം അത്യാവശ്യം ഒരു നല്ല പ്രൊഫൈലൊക്കെ ഉണ്ട്, അവർക്ക് അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും കമ്പനികൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ഒരുപാട് വലിയ കമ്പനി ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു കമ്പനി, അവരുടെ ഫ്രണ്ടിന്റെ കമ്പനി ആണെങ്കിൽ പോലും അവർ അങ്ങോട്ടൊരു ഓഫർ വയ്ക്കാം, ഫ്രീലാൻസിങ് ചെയ്തു തരാൻ വേണ്ടി. പതുക്കെ തുടങ്ങി അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയ ഒന്ന് മെച്ചപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. പിന്നെ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം, വരുമാന മാർഗമാണ്
യൂട്യൂബ്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആക്ച്വലി ഞാനത് വെറുതെ തമാശക്ക് തുടങ്ങിയതായിരുന്നു. ഞാൻ കാനഡയിൽ പോയ സമയത്ത് പിന്നെ എന്താ പറയാ, എനിക്ക് ജോലിയൊന്നും ആയില്ല. പിന്നെ ഞാൻ ഓൾറെഡി മീഡിയ ഫീൽഡിലായിരുന്നു. അപ്പൊ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഇടം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. അപ്പൊ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ഞാൻ തമാശക്ക് തുടങ്ങിയ സംഭവമാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് സംസാരിക്കുന്ന രീതി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അതിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. അതിൽ ഞാൻ അങ്ങനെ കുക്കിംഗ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്ക് കുക്കിംഗ് ഇത്ര ഇഷ്ടമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടൊന്നുമില്ല. അപ്പം അല്ലാതെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്, പിന്നെ റിവേഴ്സ് മൈഗ്രേഷൻ, അല്ലാതെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങളാണ് അതിൽ കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മള് കണ്ടന്റ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് യൂട്യൂബ് ഒരു നല്ല ഇതാണ്. യൂട്യൂബ് എനിക്ക് ഒരു 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടി. മോണിറ്റൈസേഷൻ കിട്ടി എനിക്ക് അതിന്റെ രണ്ട് വട്ടം എനിക്ക് അതിന്റെ വരുമാനം വരികയും ചെയ്തു. അപ്പം അതൊരു പിന്നെ നമുക്ക് കണ്ടന്റ് മേക്കിങ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് നമ്മളുടെ നിഷ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. പാചകം മാത്രമല്ല, യൂട്യൂബ് എന്നുള്ളത് എല്ലാവരും ഒരു ട്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷെ എന്നാൽ പോലും 6 മാസത്തിനുള്ളിൽ മോണിറ്റൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് സൂര്യ അതിന്ന് പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പറയുകയാണെങ്കിൽ അതൊരു എസ്തെറ്റിക് പ്ലേസ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെന്ന് പറയുകയാണെങ്കിൽ അതൊരു വൈറൽ ആണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വൈറൽ ആകുന്ന കാര്യങ്ങളാണ് അവിടെ കൂടുതൽ റീച്ച് സംഭവിക്കുന്നത്. അപ്പൊ ഈ യൂട്യൂബിന്റെ ഒരു അല്ലെങ്കിൽ അൽഗോരിതം എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്താണ് സൂര്യക്ക് വർക്കായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബുള്ള പ്രേക്ഷകർക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് എളുപ്പമായിരുന്നു. യൂട്യൂബിൽ പ്രധാനമായിട്ടും കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം അപ്പം എന്റെ യൂട്യൂബ് കയറി ക്ലിക്ക് ആയതിന്റെ ഒരു റീസൺ ഞാൻ കാനഡയിൽ ആയതിനെ കുറിച്ചിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഐ മീൻ കണ്ടന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്ന ശേഷമുള്ള ആ ഒരു ഡിഫറൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു റിവേഴ്സ് മൈഗ്രേഷന്റെ ഒരു ലൈവ് സ്റ്റോറി കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം യൂട്യൂബിന്റെ ഒരു അൽഗോരിതം എനിക്ക് മനസ്സിലാക്കിയത് അതിന്റെ അകത്തും കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ്, ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരാണെങ്കിൽ കണ്ടന്റിൽ വളരെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ആദ്യം ഒന്നും കണ്ടന്റ് ഇടുന്നതിൽ അത്ര പിന്നെ റിസർച്ച് ഒന്നും ചെയ്തൊന്നുമില്ലായിരുന്നു. എന്തെങ്കിലും നമ്മൾ തമാശയ്ക്ക് തുടങ്ങിയതാണല്ലോ. ഞാൻ കുറച്ച് കാര്യമായിട്ട് പിന്നെ എന്താ പറയാ ചിന്തിക്കാൻ തുടങ്ങി, ഏത് കണ്ടന്റ് ഇട്ടാലായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിൽ അൽഗോരിതംസ് കാണാൻ പറ്റും. നമ്മളുടെ വ്യൂവേഴ്സ് ഏത് സമയത്താണ് കയറുന്നത്, ഏത് ടൈപ്പ് വ്യൂവേഴ്സ് ആണ് നമുക്കുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പം അവർക്ക് ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് ഇഷ്ടമുള്ളത് എല്ലാം നമുക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മളൊരു അനാലിസിസ് നടത്തിയിട്ട് പിന്നെ കണ്ടന്റ് ഇടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടും. നമ്മുടെ വ്യൂവേഴ്സ് അത് കാണുകയും ചെയ്യും. നന്നായിട്ട് അതിന് റീച്ച് കാര്യങ്ങൾ, സബ്സ്ക്രിപ്ഷൻ എല്ലാം കൂടുകയും ചെയ്യും. അപ്പൊ അതാണ് ഞാൻ യൂട്യൂബിന്റെ കാര്യത്തിൽ മനസ്സിലാക്കിയത്. കാരണം പക്ഷെ ബേസിക്കലി നമ്മൾ മടി കാണിക്കാൻ പാടില്ല. ഇപ്പം പൊതുവെ ആൾക്കാർക്ക് യൂട്യൂബ് തുടങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ മുന്നോട്ട് അത് അത് വ്യൂസ് കൂടുന്നില്ല പറഞ്ഞിട്ട് നിർത്തിക്കളയും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, കൂടിക്കോളും. ഞാൻ ഒരിക്കലും എന്റെ ചാനല് പിന്നെ എന്താ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് വേറെ എങ്ങും പോയിട്ട് ലിങ്ക് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് എന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക, അല്ലാതെ അതിന്റെ പിന്നെ അൽഗോരിതം അനുസരിച്ചിട്ട് ചെയ്തപ്പോഴാണ് അത് ആൾക്കാരിലോട്ട് കൂടുതലെത്തുന്നത്. നമ്മൾ യൂട്യൂബ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷന് നമ്മൾ കൃത്യമായിട്ടുള്ള കീവേഡ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. ഈ കീവേഡ്സ് കാര്യങ്ങൾ ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പഠിച്ചത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള സംരംഭകർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് സൂര്യ പറയുന്നത്. ഇതിന്റെ പഠനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൂര്യ ചില സെന്ററുകളിൽ പഠിച്ചു എന്ന് പറയുന്നു. യൂട്യൂബ് തന്നെ അതിന്റെ വലിയൊരു റിസോഴ്സ് സ്ഥലമാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ? അതോ അതൊരു സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുന്നതാണോ എപ്പോഴും നല്ലത്? അങ്ങനെ നിർബന്ധമില്ല. നമ്മൾ സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു കൃത്യമായിട്ട് ടൈം ഷെഡ്യൂളും കാര്യങ്ങളും അനുസരിച്ചൊരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അത് വന്നോളും. അവിടെ ആണെങ്കിൽ നമ്മളെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിനും അല്ല ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് വേണം. അത് നിർബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമൊന്നും അല്ല, പക്ഷെ എന്നാലും ആ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രൊഫൈലിന് അത് ഭയങ്കര വാല്യൂ ആണ്. ഇപ്പം പിന്നെ സർട്ടിഫിക്കറ്റ്, ഹബ്സ്പോട്ടിന്റെ കണ്ടന്റ് മാർക്കറ്റിംഗിന്റെ സർട്ടിഫിക്കറ്റ്, സെംറൂഷ് എസ്ഇഒ, അങ്ങനെ മറ്റു കുറച്ച് പിന്നെ എന്താ പറയാ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മളെ കൊണ്ട് ഇത്ര കാലത്തിനുള്ളിൽ എടുക്കാൻ പറയും.
അപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ കോഴ്സ് തീരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലൈവായിട്ടൊക്കെ നമുക്ക് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പം യൂട്യൂബ് കണ്ട് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. പഠിക്കുവാണെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ റാൻഡം ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് പഠിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷെ ഒരുപാട് പേര് യൂട്യൂബിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഫോളോ ചെയ്തിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും അത്. ഒരു ഡിജിറ്റൽ സംരംഭക എന്നുള്ള നിലയിൽ നേരത്തെ ഒരു ജോലിയിലായിരുന്നു, ഇപ്പോഴും ജോലിയിലാണെങ്കിൽ പോലും നേരത്തെ ഒരു ജോലി മാത്രമായിരുന്നു, ഇപ്പൊ ഒരു സംരംഭക കൂടിയാണ്. ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അതിനെ കാണുന്നത്? അതൊരു ഒരു ആവേശത്തോടെ ഏറ്റെടുക്കുകയാണോ ചെയ്യുന്നത്, അതോ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ? ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. പാഷൻ ഇപ്പം ഈ പറയുന്ന പോലെ റൈറ്റ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ ഞാൻ തുടക്കത്തിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് റൈറ്റ് ബോർഡിന്റെ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈഡൊക്കെ വേറൊരു കമ്പനി വഴിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അത് പഠിച്ച് ഞാൻ തന്നെയാണ് അതിന്റെ പോസ്റ്റർ കണ്ടന്റുകളും എല്ലാം പോസ്റ്റർ ചെയ്യാൻ വേറെ ആളുണ്ട്, പക്ഷെ പോസ്റ്റർ കണ്ടന്റും അതിന്റെ മാർക്കറ്റിംഗ് സൈഡും എല്ലാം നോക്കുന്നത്. അപ്പൊ നമുക്കിതൊരു താല്പര്യം ആയതുകൊണ്ടാണ് അതിന് എന്താ പറയാ സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റുന്നത്. അതായത് പലർക്കും ഉള്ള ഒരു പേടി, നേരത്തെ സൂര്യ പറഞ്ഞ പോലെ തന്നെ തുടങ്ങാനുള്ള ഒരു മടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുമ്പോൾ പലർക്കും ഭയങ്കര പേടിയാണ്. അതൊരു റിസ്ക് ആണല്ലോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അതിനേക്കാൾ എളുപ്പമാണ് ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം വാങ്ങിച്ച് മിണ്ടാതിരിക്കാം എന്നുള്ള ഒരു ചിന്തയുള്ള ആളുകൾ ഒരുപാട് കാണും. പക്ഷെ അവരിലൊക്കെ ഒരു സംരംഭകര് ചിലപ്പോൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ് ഒരു സംരംഭകന് വേണ്ട ഒരു ചില ക്വാളിറ്റീസ് എന്നാണ് സൂര്യക്ക് തോന്നുന്നത്? ഒരു ജോലി എന്നുള്ള മനോഭാവം അല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു തൊഴിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരാൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആണ് വേണ്ടതെന്നാണ് തോന്നുന്നത്? ഒന്നാമത്തത് നമ്മൾ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾക്ക് ഇപ്പം ഒരു കുട്ടി ഇപ്പൊ നമ്മള് വൈറ്റ് ബോർഡ് തുടങ്ങിയ സമയത്ത് നമുക്ക് അധികം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ഇത് നിർത്തിയിട്ട് പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനു വേണ്ടി തന്നെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്ത് തുടങ്ങി. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടെങ്കിലും അതിനോട് നമുക്ക് താല്പര്യം വേണം. അത് പഠിച്ച് പിന്നെ അതിന്റെ ബാക്കിയുള്ള വശങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരുന്ന് ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു പിക്കിൾ കമ്പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണം, അപ്പൊ അതിന് നമ്മൾ റിസർച്ച് നടത്തുമല്ലോ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഏഡിയോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് നടത്തണം. നമുക്ക് ഏത് ടൈപ്പുള്ള കോഴ്സ് കൊടുത്താലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ പഠിപ്പിച്ചാലാണ് ഇഷ്ടപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏത് സംരംഭത്തിലാണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും എന്ത് സംരംഭത്തിലാണെങ്കിലും അത് ഭയങ്കര അത്യാവശ്യമാണ്. നമ്മൾ കൃത്യമായിട്ട് പിന്നെ പ്രോഫിറ്റ് ഓറിയന്റഡ് മാത്രമാവരുത്. നമുക്ക് തുടക്കത്തിൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഭയങ്കര കുറവായിരിക്കും. നമുക്ക് ചിലപ്പം നഷ്ടം ഞാൻ പറയത്തില്ല, നമുക്ക് വിചാരിക്കുന്ന പ്രോഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പം അതിൽ നിരാശരാകാൻ പാടില്ല. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ സംരംഭത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്യാൻ സമയമെടുക്കും, നല്ലപോലെ സമയമെടുക്കും. ഇപ്പൊ പ്രത്യേകിച്ചും അത് ഒരു ലോ ഇൻവെസ്റ്റ്മെന്റിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പതുക്കെ അത് വളരത്തുള്ളൂ. അപ്പം അതിനായിട്ടുള്ള ടൈം കൊടുക്കുക. ടൈം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തോളും. അതാണ് അതിന്റെ ഒരു ഡിജിറ്റൽ സംരംഭത്തിൽ ഇറങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നമ്മൾ ആ ഒരു തുടക്കത്തിലെ ഗ്രോത്ത് കണ്ടിട്ട് ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നു, ഒപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു സ്ഥാപനം കൂടി നടത്തുന്നു. അപ്പൊ ഇനി അടുത്ത പ്ലാനുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇനി സൂര്യയെ കാണാൻ സാധിക്കുക? എനിക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന 2 സ്ഥാപനത്തിന്റെ ഒരു ഓഫ്ലൈൻ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ റൈറ്റ് ബോർഡിനാണെങ്കിലും ഒരു ഓഫ്ലൈൻ ഓഫീസും കാര്യങ്ങളും ഒക്കെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പിന്നെ ഒരു ഓഫ്ലൈൻ പ്രസൻസ് കൂടെ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ മൈലേജ് ആണ്. നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗിന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഡിജിറ്റൽ വേൾഡിനെ നമ്മൾ ഫോക്കസ് ചെയ്തു, അവിടെ അത്യാവശ്യം നമ്മൾ പോപ്പുലറായി. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഓഫ്ലൈനിലോട്ട് വരേണ്ടത് ഒരു ടൈമിന്റെ ഒരു ആവശ്യകത കൂടിയാണ്. ഇതിനൊരു ഓഫീസ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വേണമെന്ന് എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട്. ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്.
ഫോക്കസ് ചെയ്യാനാണ്. എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെറിയായിട്ട് ഒരു കമ്പനി ഉണ്ടല്ലോ, അപ്പൊ ആ കമ്പനിയിലും എനിക്കൊന്ന് ഫോക്കസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിന്റെ പേര് സെൻഷുവൈസ് എന്നാണ്. അത് ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ അതിനെ കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കണം എന്ന് താല്പര്യമുണ്ട്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീകൾക്ക് ഒരു റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ഇന്നത് ആദ്യം നമ്മൾ ചെയ്യണം, രണ്ടാമത് ഇത് ചെയ്യണം, ആ രീതിയിലാണ് ഒരു സംരംഭത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ലീഗൽ കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ്. ഏറ്റവും ലളിതമായിട്ട് എങ്ങനെ ഒരു സംരംഭത്തിനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിശദീകരിക്കാൻ പറ്റും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ആദ്യം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് മാർക്ക് എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പേര് നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പ്രോഫിറ്റിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. കമ്പനി നമുക്ക് ഇതിപ്പോ ഒരു ഓൺലൈൻ ഇതായതുകൊണ്ട് നമുക്ക് അങ്ങനെ കമ്പനി ആയിട്ട് രജിസ്ട്രേഷൻ ആവശ്യമില്ല. പക്ഷെ ഒരു ഓഫ്ലൈൻ സെറ്റപ്പിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിത് പിന്നെ കൃത്യമായിട്ട് അതിന്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം പാലിച്ച് നമ്മളത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് അത് അതിന്റെ മെയിൻ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഒരു സംരംഭത്തിലോട്ട് ഇറങ്ങാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഇതിലോട്ട് ഇറങ്ങാൻ തീരുമാനിക്കുന്ന ആൾക്കാരോട് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ വാല്യൂ കുറയ്ക്കാൻ പാടില്ല. അതായത് പിന്നെ ഈ പ്ലാറ്റ്ഫോംസിൽ ഈ ഡിജിറ്റൽ സർവീസസിന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ആൾക്കാര് പിന്നെ നമ്മളുടെ സർവീസിന് അവർ ഭയങ്കരമായിട്ട് ഹോട്ടലിൽ പോയിട്ട് ഒരു ഫുഡ് കഴിക്കാൻ പോയാലോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും സിനിമ കാണാൻ പോയാലോ ഒന്നും 150 രൂപ അല്ലെങ്കിൽ 300 രൂപയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു ക്ലാസ്സിന് ചാർജ് ചെയ്യുന്നത് മണിക്കൂറിന് 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എങ്ങനത് എന്താ പറയാ കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ തുടക്കത്തിൽ അതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഒട്ടും നല്ലതല്ല. നമ്മുടെ ബിസിനസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ വാല്യൂ നമ്മൾ തന്നെത്താനെ ഇടിച്ചു കാണിക്കുന്ന പോലെയാണ് അതിന്റെ ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മുടെ ക്ലാസ് ചോദിക്കുമ്പോൾ നമ്മൾ വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ക്ലാസിന്റെ റേറ്റ് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതാണ് നമ്മുടെ ക്ലാസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രോഷർ അയച്ചു കൊടുക്കും. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ചേരും. അല്ലാതെ നമ്മൾ അത് പുറകിന് നടന്നിട്ട് നിങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ ഞാൻ ഫീസ് കുറച്ച് തരാം എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. ഇപ്പൊ അത് പണ്ട് എന്താ പറയാ അവര് നമ്മൾക്ക് ഇങ്ങനെ റിഡക്ഷൻ തരുമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഘട്ടങ്ങളുണ്ട്. പക്ഷെ അത് ചെയ്യുന്നത് അത് എന്ത് ബിസിനസ്സിനാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം നമ്മളുടെ വാല്യൂ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ റേറ്റ് എത്രയാണെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക. ആ റേറ്റിൽ നമ്മൾ ഒരിക്കലും താഴെ പോകാൻ പാടില്ല. അതാണ് അതിൻ്റെ എനിക്ക് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം. കാരണം പവിത്ര ഇപ്പം കണ്ടന്റ് റൈറ്റിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അറിയായിരിക്കും നമ്മൾ കണ്ടന്റ് റൈറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് എന്തുമാത്രം ബാർഗെയിനിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ളത്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഇപ്പം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകണം. അതാണ് സംരംഭകരാകാൻ. കേരളത്തിലെ ഒരു കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ക്ലയൻസിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു സർവീസിന് അവർ പലപ്പോഴും അത്രത്തോളം വാല്യൂ കൊടുക്കുന്നില്ല എന്ന് സൂര്യക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഡക്റ്റ്, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് നമ്മൾ എത്ര രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഒരു സർവീസ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ നടത്തിയെടുക്കാം എന്നുള്ളതാണ് പലപ്പോഴും. അതൊരു മലയാളി ആറ്റിറ്റ്യൂഡായിട്ട് തോന്നുന്നുണ്ടോ? അതോ മറ്റ് ക്ലയൻസുകളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിലൊരു ഡിഫറൻസ് തോന്നാറുണ്ടോ? അത് തോന്നാറുണ്ട്. അതിപ്പം കേരളത്തിൽ താമസിക്കുന്നവർ തന്നെ വേണമെന്നില്ല. ഇപ്പൊ പുറത്തുള്ള ആൾക്കാർ ആണെങ്കിൽ പോലും ചില ആൾക്കാർ മലയാളികൾ നമ്മുടെ നല്ലപോലെ ബാർഗെയിൻ ചെയ്യാറുണ്ട്. അപ്പം അവരുടെ കുട്ടിക്ക് അവർക്ക് നല്ലപോലെ റിസൾട്ട് വേണം. പക്ഷെ എന്നാ ഒരു ക്ലാസ്സിന് പെർ അവർ 100 rupees പോലും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ ബാർഗെയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ തുറന്നു തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടില് എന്താ പറയാ വൃത്തിയാക്കാൻ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇതിക്കുള്ള കൊടുക്കത്തില്ലേ, പിന്നെന്താ പഠിപ്പിക്കേണ്ട ടീച്ചർക്ക് ഇത്ര കൊടുത്താലെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തീരെ പ്രോത്സാഹിപ്പിക്കാറില്ല. അവര് നമ്മൾ അവരോട് പിന്നെ അവരിങ്ങനെ ബാർഗെയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ അത് പറ്റത്തില്ല, നമ്മൾ കുറച്ച് തർക്കിക്കല്ല നമ്മൾ കാര്യം പറയുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും പോകല്ല. നമ്മൾ ഇത്രയാണ് നമ്മുടെ ഫീസ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പൊ പോകൊണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് അത് നന്നായിട്ടുണ്ട്, നല്ല പോലെ ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് കുറവായിരിക്കാം. പക്ഷെ എന്നാലും മലയാളികളുടെ ഒരു മനോഭാവമാണ്. പ്രത്യേകിച്ചും ഈ IT സർവീസ് എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കത് എന്താ പറയാ സേവനം എന്നുള്ളൊരു രീതിയിലാണ് അവർ എടുക്കുന്നത്. അപ്പം നമ്മൾ ഫ്രീലാൻസിംഗിന്റെ കാര്യം പലരും തെറ്റിദ്ധരിക്കും.
അതെ, നമ്മള് ഫ്രീലാൻസിങ്ങിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഫ്രീ ആണോ എന്ന് ചോദിക്കത്തില്ലേ? അതേപോലെ തന്നെയുള്ളൊരു നമ്മള് നമ്മളാ ടീച്ചറിന്റെ എഫേർട്ടിന് നമ്മള് നല്ലപോലെ വാല്യൂ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അവര് അത്രയും അവരുടെ 1 മണിക്കൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അതിന് മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കുട്ടീനെ എക്സാമിന് വേണ്ടിയിട്ട് അവരെ ആക്കുന്നുണ്ട്. അവര് പറയുന്ന ചോദ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് 100 രൂപ പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരെ നമ്മളിപ്പോ എൻകറേജ് ചെയ്യാറില്ല. ഈ ഡിജിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ അല്ലാത്ത സംരംഭങ്ങളായിക്കോട്ടെ, ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു ഒരു കൊതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നേരത്തെയും ജോലി ചെയ്തിരുന്ന ഒരാളാണ് സൂര്യ. എന്നാൽ പോലും ഒരു സ്ത്രീ എന്ന നിലയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ജോലി ഇല്ലാതിരുന്ന കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ അപ്പോ എങ്ങനെയാണ് ആ ഒരു വ്യത്യാസത്തെ മനസ്സിലാക്കി എടുക്കുന്നത്? സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളത് എത്രത്തോളം നമ്മുടെ ഒരു മാനസിക ആരോഗ്യത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് സാമ്പത്തിക എന്താ പറയാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അനാവശ്യമൊന്നുമല്ല, അതൊരു ആവശ്യകതയാണ്. ഒരു കാലഘട്ടത്തിന്റെ നീഡാണിത്. ഞാൻ ഈ ജോലിയില്ലാത്ത കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓരോ ദിവസവും എനിക്ക് ചില ദിവസമൊക്കെ എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. കാരണം നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ തീർത്തും അൺപ്രൊഡക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. മാസാവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മാസാവസാനം അല്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഇതിനും ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം എന്റെ ഹസ്ബൻഡ് അങ്ങനെ കാശിന് കണക്ക് പറയുന്ന ആളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് അത്രയും നാളും ജോലി ചെയ്തിട്ട് ജോലി ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ അടുക്കൽ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കത് മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. അപ്പം ആ സമയത്താണെങ്കിൽ പോലും എന്റെ ഈ സംരംഭം എനിക്ക് ഭയങ്കര എന്താ ലൈഫ് ലൈനോ ജീവവായുവോ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം, നമുക്കൊരു ചെറിയ തുകയാണെങ്കിൽ പോലും ചെറിയ തുക നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കൂടുതലും ഞാൻ എന്റെ സംരംഭത്തിൽ നിന്ന് കിട്ടുന്ന പൈസ ഞാൻ അതിലോട്ട് തന്നെയാണ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളത് വേറെ ആവശ്യത്തിന് എടുക്കാറില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് അത് കിട്ടുമ്പോഴത്തേക്ക് അതിലോട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസ കിട്ടുന്നല്ലോ എന്നുള്ളൊരു ആശ്വാസം ഭയങ്കര വലുതായിരുന്നു. അപ്പം ഈ പറയുന്ന റൈറ്റ് ബോർഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഭയങ്കര ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനോട് പല ആൾക്കാരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ടീച്ചറുണ്ട്. ടീച്ചറുടെ കല്യാണമാണ് ഈ ജൂണില്. അപ്പം അവര് MSc മാത്സ് കഴിഞ്ഞു, റിസൾട്ട് ഒക്കെ വന്നു, നല്ല മാർക്കുണ്ട്. അപ്പം അവരുടെ കല്യാണമാണ് ഈ ജൂണിൽ. അപ്പം ആ കുട്ടി എൻ്റെ അടുക്കല് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എന്താ ഞാനിങ്ങനെ ട്യൂഷന് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഇത്ര നിനക്ക് വരുമാനമൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് കിട്ടുന്നത് വെച്ചിട്ട് സേവ് ചെയ്ത് ആ പൈസ വെച്ചിട്ടാണ് ഞാൻ എന്റെ കല്യാണത്തിന് സാരി എടുത്തതും എന്റെ ബന്ധുക്കൾക്കുള്ള സാരി എല്ലാം എടുത്തു കൊടുത്തതാണ്. അപ്പൊ അത് കേട്ടപ്പം എന്താ പറയാ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്റെ ഒരു പർപ്പസ് അതായിരുന്നു. റൈറ്റ് ബോർഡ് എന്ന് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അതായിരുന്നു. കാരണം സ്ത്രീകൾക്ക് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോലിക്ക് പോകേണ്ട ആൾക്കാരെ ഫോക്കസ് ചെയ്താണ് തുടങ്ങി. അപ്പൊ അവർക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം അതന്നെ ആ ഒരു ഇത് അച്ചീവ് ചെയ്തല്ലോ എന്ന് ആലോചിച്ച് നോക്കി അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല സന്തോഷം തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ എനിക്കും അതൊരു ലൈഫ് ലൈൻ ആയി മാറിയപ്പോഴത്തേക്കുമാണ് ഞാൻ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നല്ലപോലെ മനസ്സിലാക്കിയത്. നേരത്തെ എനിക്ക് ഇമ്പോർട്ടൻസ് അറിയാം, പക്ഷെ എന്നാലും നല്ലപോലെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് ആ ഒരു ഘട്ടത്തിലാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഒരു ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു നമുക്ക് ഓരോ വട്ടവും പിന്നെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ചോദിച്ച് പൈസ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും. ഇപ്പൊ നമ്മൾ തിരിച്ചു വീണ്ടും ജോലിയിലോട്ട് കയറി ഇപ്പൊ നമ്മൾക്ക് ശമ്പളം ഒക്കെ കൈ കിട്ടിയപ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ആശ്വാസമാണ്. ഇപ്പം പിന്നെ നമ്മളത് ഒരുപാട് എടുത്ത് ചെലവാക്കുന്നു എന്നൊന്നും അല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഇത് നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളത് അത് നമ്മളൊരു പ്രൗഡ് മൂമെന്റ് ആണത്. അത് തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകൾക്കും വേണം. അതിപ്പം ജോലി തന്നെ വേണമെന്നില്ല, അല്ലാതെ ആണെങ്കിൽ പോലും ഒരു ചെറിയ വരുമാനമെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് വേണം. ഇപ്പൊ ഒരു ഡിജിറ്റൽ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി എളുപ്പമാണ് എന്ന് സൂര്യക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് കുറച്ചൊരു 10 വർഷം മുമ്പ് വരെ പോലും ഒരു അധിക വരുമാനം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ബൂമിന്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങാൻ ആർക്കും പറ്റും എന്ന് സൂര്യക്ക് തോന്നാറുണ്ടോ? അത്തരത്തിലുള്ള മറ്റ് സ്ത്രീകളുടെയൊക്കെ സംരംഭങ്ങൾ കാണുമ്പോൾ അത്തരത്തില് അത്ഭുതം തോന്നിയിട്ടുള്ള ചില സംരംഭങ്ങളൊക്കെ ഉണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുള്ള ചില ആളുകൾ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും അവർ അതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് ഭയങ്കര അഡ്മിറേഷൻ തോന്നിയിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്, ഒരുപാട് സ്ത്രീകളുടെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇതിൽ പേരെടുത്ത് പറയാൻ പറ്റും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അനക്ക എന്നുണ്ട്. അനക്ക പിന്നെ
ഒരുമിച്ച് മനോരമയിൽ വർക്ക് ചെയ്താണ്. അനഘ ഇപ്പോൾ ഒരു കോളേജിൽ അസിസ്റ്റന്റ് ലെക്ചർ എന്തുവാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അനഘ തുടങ്ങിയ ഒരു സംരംഭമാണ് റിതു എന്ന് പറഞ്ഞിട്ട്. റിതു ഹെയർ ഓയിൽ ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ പിന്നെ റിതുവിന് പല പല പ്രോഡക്ട്സ് വന്നു. പിന്നെ അനഘ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ബ്രാൻഡിങ് എങ്ങനെയാണെന്നുള്ളത് നന്നായിട്ട് പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരാളാണ്. ഇപ്പം എന്റെ സംരംഭമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത് നല്ല അത് ആൾക്കാർ പിന്നെയും വാങ്ങിക്കും. അപ്പം പക്ഷെ എന്നാലും അനക്ക് അതിന് ഒരു വേണ്ടിയിട്ട് നല്ലപോലെ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പൂർണ്ണമായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് തന്നെ തുനിഞ്ഞിറങ്ങുക എന്ന് പറയത്തില്ലേ. അപ്പം അനഘയ്ക്ക് മുമ്പ് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് അതിനെക്കാട്ടിലും മേ ബി മികച്ച പ്രോഡക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവരാരും അതിനു വേണ്ടിയിട്ട് അത്ര എഫേർട്ട് ഇടാറില്ല. ഈ എഫേർട്ട് എന്ന് പറയുന്ന സംഭവം അത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും അത് മസ്റ്റായിട്ട് വേണം. നമ്മള് ഇപ്പം ഓൺലൈൻ ആണെങ്കിൽ പോലും അതിനെ നമ്മൾ ആൾക്കാരിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ, അല്ലെങ്കിൽ അതിന്റെ സോഷ്യൽ മീഡിയ അതിൽ റെഗുലർ ആയിട്ട് പോസ്റ്റ് ഇടുക, കണ്ടന്റ് എഴുതുക, അതൊക്കെയാണെങ്കിലും ടൈം എടുക്കുന്ന സംഭവങ്ങളാണ്, നമുക്ക് പണിയുണ്ട്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വൈസ് ചെയ്യുകയാണെങ്കിൽ പോലും അത് നമ്മൾ ലീഡ് ജനറേഷൻ വേണ്ടിയിട്ട് ആഡ് ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്യുക, അതിനൊക്കെ പണിയുണ്ട്. അപ്പം ഓൺലൈൻ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും തുടങ്ങുന്നതിന് ഒരു പ്രശ്നമില്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ ഒക്കെ തുടങ്ങാം. പക്ഷെ അതിൽ നമ്മൾ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പം അനഘയുടെ കാര്യം മാത്രമല്ല, വേറെ ഒരു മഞ്ജുള കുക്കീസ് എന്ന് പറഞ്ഞൊരു കുക്കീസ് ഉണ്ട്. അവർ പാലക്കാട്ട് ഒന്ന് ഹോം ബേക്കർ ആയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ അവരുടെ കുക്കീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ മൈദ ഉപയോഗിക്കത്തില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവർ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അവര് ആ ബ്രാൻഡിന് വേണ്ടിയിട്ട് അവര് എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, അതാണ് അവരുടെ അതിന് യുണീക്ക് ആക്കിയത്. അപ്പം നമ്മളുടെ യുണീക്നെസ് കീപ്പ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം. നമ്മൾ ഓൺലൈൻ ആണെന്നായിട്ട് നമ്മൾ ഒരിക്കലും വാല്യൂ കുറച്ച് കാണാൻ പാടില്ല. ഇപ്പം ചില ആൾക്കാരുണ്ട് ഒരു 300 രൂപയ്ക്ക് ഇപ്പം സംരംഭം തുടങ്ങി കൃത്യമായിട്ട് പോസ്റ്റ് ഒക്കെ ഇട്ടു, പക്ഷെ എന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊക്കെ പറയും 300 രൂപയ്ക്ക് ആഡ് റൺ ചെയ്താൽ മതി. നമുക്ക് 300 രൂപയ്ക്ക് ആഡ് റൺ ചെയ്യാം, പക്ഷെ 300 രൂപ കൊടുത്തിട്ട് നമുക്ക് 30,000 രൂപയുടെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കാര്യമുണ്ട്. നമുക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, വളരെ മിനിമം തുകയിലും ചെയ്യാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്രാൻഡിന് അത്യാവശ്യം റീച്ച് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പണ്ട് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ നോട്ടീസ് ഇറക്കുള്ളൂ. അപ്പൊ അതേ കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അത്യാവശ്യം ആൾക്കാരിലോട്ട് എത്തിക്കണം. ഈ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ 300 രൂപയ്ക്കൊക്കെ ചെയ്താലും നമുക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഓഫ്ലൈൻ എടുക്കുന്ന പോലെ തന്നെ പണി ഇതിനുണ്ട്. അത് മനസ്സിലാക്കി ഓഫ്ലൈൻ സംരംഭങ്ങളാണെങ്കിൽ പോലും അതിനൊരു ഓൺലൈൻ പ്രസൻസ് കൂടി ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ് അല്ലെ. അത് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ആണെങ്കിൽ പോലും ഡിജിറ്റൽ ലോകം അതിനെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് സൂര്യ പറഞ്ഞത്. ഇപ്പൊ ഈ ഡിജിറ്റൽ ലോകത്ത് പലതരത്തിലുള്ള സംരംഭ സാധ്യതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകളും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ഉള്ള ആളുകളെ, അവർക്ക് ജോലിക്ക് തന്നെ ആളെ ആവശ്യമുണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ജോലികളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ഈ ഒരു ന്യൂ വേൾഡിൽ കാണാൻ? ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഏറ്റവും ആദ്യം വരുന്ന ജോലി എന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറിന് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈവൻ കൊച്ചിയിലെ കാര്യം പറയുകയാണെങ്കിൽ പോലും കൊച്ചി പോലും നല്ല വേക്കൻസികളുണ്ട്. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 10 ലക്ഷത്തിലധികം വേക്കൻസികളുണ്ട്. 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. അതിൽ കൂടുതലധികം വേക്കൻസികൾ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസർക്കുണ്ട്. കാരണം അത് പഠിച്ച ആൾക്കാർ വളരെ കുറവാണ്. അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട മേഖല. പിന്നെ അതായിട്ട് വരുന്നത് സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ് വരും. അതിൻ്റെ അകത്ത് SEO സ്പെഷ്യലിസ്റ്റ് വരും, പിന്നെ കണ്ടന്റ് റൈറ്റർ വരും, പിന്നെ നമ്മൾ UX പഠിച്ചിട്ടുണ്ട്, UX ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് ഗ്രാഫിക് ഡിസൈനർ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഭാഗമാണ്. കാരണം ഗ്രാഫിക് ഡിസൈനറുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പ്രോപ്പറായിട്ട് അത്ര കൺവേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിന്റെ അകത്ത് കൂട്ടാൻ പറ്റുന്നതാണ്. ഇപ്പൊ SEO എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് SEO വേണം, SEO അനലിസ്റ്റ് ആയിട്ടൊക്കെ ആൾക്കാരെ വേണം. അപ്പം SEO ഒരു വാസ്റ്റ് ഫീൽഡാണ്. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതൊക്കെ ഇതിന്റെ സാധ്യതകളാണ്. ഇതൊക്കെ ബ്രാൻഡ് മാനേജ്മെന്റ്, അതും ഇപ്പൊ ഒരു അപ്കമിങ് അല്ല, ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും അതൊരു ബൂമിങ്, ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി ആണത്.
അത്തരത്തിലുള്ള സാധ്യതകളിലേക്കുള്ള പഠനം കൂടി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പാസീവ് ഇൻകത്തിന്റെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ ഒരു കാലം കൂടിയാണല്ലോ. ഒരു ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഒരു സംരംഭം ചെയ്യുക, അതിൽ നിന്ന് മാത്രം വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു സംരംഭം ഒപ്പം തന്നെ ജോലിയൊക്കെ ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് സൂര്യക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതായത് പിന്നെ നമ്മൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യം തോന്നി. ഞാനിപ്പോ അതിന് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ ചില ആൾക്കാരുണ്ട്, നമ്മൾ വെറുതെ വീട്ടിൽ നിന്നു അപ്പൊ നമുക്ക് പോയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ആർക്ക് വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ പഠിക്കാന്നുള്ളതല്ല, അത് പിന്നെ നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഇപ്പം വേരിയസ് ഇൻകത്തിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് എല്ലാവരും അത് ഫോക്കസ് ചെയ്യും. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്ക് പ്രൈവറ്റ് ജോലിയാണ്. അപ്പൊ പ്രൈവറ്റ് ജോലിയുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരത് ഇപ്പം ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു താല്പര്യത്തോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി അവർക്ക് ഉപകാരപ്പെടും. ഇപ്പം എന്താ പറയാ, നമ്മുടെ പാഷൻ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ ഓൺലൈനിൽ വർക്ക് ചെയ്തതുകൊണ്ട് ആണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റി. ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല. ഞാൻ ഇവിടെ കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയ, ഞാൻ മനോരമ ന്യൂസിന്റെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ് ലെവലായിരുന്നു എന്നെ സംബന്ധിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ ഒരു അഡ്വാൻസ് ലെവലായിരുന്നു. അപ്പം പക്ഷെ അതില് താല്പര്യമില്ലാതെ ഒരാളെ കൊണ്ടുപോയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുള്ളി MBA ഫിനാൻസ് ആണ്. ആള് ബാങ്കിലായിരുന്നു ജോലി ചെയ്തത്. ഇതുപോലെ കരിയർ ഇങ്ങനെ സ്വിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ശരി, ജസ്റ്റ് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു നോക്കുന്നത് നല്ലതാണ്, ഒന്ന് പഠിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചതാണ്. പക്ഷെ പുള്ളിക്ക് ഈ പറയുന്ന പോലെ എഴുത്ത് കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളത്, ഇംപ്ലിമെന്റ് ചെയ്തില്ല. ആളത് പഠിച്ചു മറന്നു. പക്ഷെ അതാണ് പറയുന്നത്, ഒരു പാഷൻ അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മളൊരാള് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ കയറുമ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും അതിന്റെ മാർക്കറ്റിംഗ് സൈഡിനെ കുറിച്ച് നല്ല ബോധവാന്മാരാകുകയും അതിനോടൊരു താല്പര്യം ഉണ്ടാകുകയും പിന്നെ അത് സെയിൽസ് റീജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ലീഡ്സ് ഉണ്ടാക്കാനും ഒക്കെ നമുക്കൊരു ബേസിക് താല്പര്യം വേണം. ആ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയാ കരിയർ ഉണ്ടാക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പം ഞാൻ ഇതിന്റെ അഡ്വാൻസ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടെ അഡ്വാൻസ് ആയിട്ട് അറിയുന്നത് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പോ ഈ പണം ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ, അത് ഉപയോഗിക്കുന്നതും അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും പലപ്പോഴും പലർക്കും ഒരു വലിയ കീറാമുട്ടി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് പണത്തെ കൈകാര്യം ചെയ്യുന്നതിൽ സൂര്യ പാലിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ നമ്മൾ സമ്പാദിക്കുന്ന പണത്തെ എങ്ങനെ നമ്മുടെ ഭാവിക്ക് വേണ്ടി കുറച്ചൊരു നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു സംരംഭക എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കൂടുതലും സംരംഭത്തിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണോ ചെയ്യുന്നത്, അതോ മറ്റ് ഫൈനാൻഷ്യൽ പ്ലാനുകളൊക്കെ ചെയ്യാറുണ്ടോ? ഫൈനാൻഷ്യൽ പ്ലാനിങ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഒരു സംരംഭകരെ സംബന്ധിച്ചിടത്തോളം? സംരംഭക എന്നുള്ളത് മാത്രമല്ല, എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിട്ടും ഫൈനാൻഷ്യൽ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം എന്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ സംരംഭത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിലേക്ക് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ല നമ്മൾ അതിന് കിട്ടുന്നത് നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാറില്ല. അത് കറക്റ്റ് മാർക്കറ്റിങ്ങിനും അതിന്റെ ആവശ്യങ്ങൾക്കും അതിന്റെ അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാനും വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ എന്റെ കിട്ടുന്ന സാലറി ഞാൻ കൃത്യമായിട്ട് എത്ര രൂപ നമ്മൾ സേവിങ്സിന് പോകണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഞാനത് എഴുതി വെച്ചിട്ട് ഞാനത് കറക്റ്റ് ആയിട്ട് പാലിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്കൊരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത് തെറ്റിപ്പോകുന്ന ചില സമയങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം ഒരു എന്താ പറയാ അസുഖം വരിക, ആശുപത്രി കേസ്, പിന്നെ ഏപ്രിലിൽ ഇപ്പൊ വിഷു വന്നു, പിന്നെ അതുപോലെ അടുപ്പിച്ചിട്ട് എന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ചിലപ്പോൾ താഴ്ന്നിട്ടും. പക്ഷെ അതിന് നേരത്തെ നമ്മൾ കരുതി വെക്കും, നമ്മൾ ഇത് വരുന്നുണ്ട്,
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആ ബഡ്ജറ്റിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറും, പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ ആ ബഡ്ജറ്റിൽ തന്നെ ജീവിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മളുടെ പിന്നെ വീട്ടിലുള്ള ആൾക്കാര്, നമ്മുടെ അമ്മൂമ്മ നന്നായിട്ട് ആ കാര്യത്തിൽ കുറച്ചും കൂടെ അവര് എക്സ്പെർട്ട് ആയിരുന്നു. ഇപ്പോഴത്തെ നമ്മളെക്കാട്ടിൽ എക്സ്പെർട്ട് ആയിരുന്നു. കാരണം ഒരാളുടെ വരുമാനത്തിന്റെ പുറത്ത് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാന്ന് പറയുമല്ലോ. അപ്പം ആ ഒരു രീതി നമ്മൾ മുന്നോട്ട് പാലിച്ചു പോകണം. ഇപ്പൊ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോവാണെങ്കിലും ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കും, ഇന്ന സാധനങ്ങളെ വാങ്ങിക്കത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് അതിന്റെ ബഡ്ജറ്റ് ഇത്രയായിരിക്കും, അതിനപ്പുറത്തേക്ക് അത് വാങ്ങിക്കത്തില്ല, നമ്മൾ മസ്റ്റായിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചിട്ട് നമ്മൾ കടയിൽ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വരവും ചെലവും കൂടെ നമുക്ക് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഒരു ഡിജിറ്റൽ സംരംഭകയായി ഒപ്പം ജോലി ചെയ്യുന്നു, ഒരു മോളുണ്ട്. അപ്പോ ചെറുപ്പം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു എന്താ പറയാ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, അങ്ങനെയുള്ള രീതിയിൽ വളർന്ന ഒരാളാണോ സൂര്യ? കുഞ്ഞിലേക്കും അത്തരത്തിലുള്ള ഐഡിയകളൊക്കെ കൊടുക്കുന്നുണ്ടോ? ആ ഒരു അനുഭവത്തെ കുറിച്ചൊന്ന് പറയാമോ? ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, കാരണം എന്റെ അച്ഛനും അമ്മയും വർക്കിംഗ് ആണ്, അമ്മ ടീച്ചറാണ്. അപ്പൊ അമ്മ പിന്നെ പണ്ട് തൊട്ട് തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകണം എന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്ക് വളരെ ഭയങ്കര മസ്റ്റ് ആയിരുന്നു അമ്മ. പിന്നെ ഇതുപോലെ തന്നെ അമ്മ ഇങ്ങനെ പിന്നെ എന്താ പറയാ പണം കൈകാര്യം ചെയ്യുന്ന രീതി ഞാൻ കണ്ടിട്ടാണ് വളർന്നത്. എനിക്ക് തുടക്കത്തിൽ അതിനോട് കുറച്ച് അതിർത്തിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെയാണ് അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അപ്പോൾ പ്രായം കൂടുമ്പോഴാണല്ലോ ചില കാര്യങ്ങൾ നമുക്ക് റിയലൈസ് ചെയ്യുന്നത്. അവരത്രയും എന്താ പറയാ നന്നായിട്ട് കൈകാര്യം ചെയ്തത് കൊണ്ടാണ് എന്റെ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫിനാൻഷ്യൽ എന്താ പറയാ ഈ പറഞ്ഞ കൈകാര്യം ചെയ്യുന്ന രീതി, ആ ഒരു രീതി ഞാൻ കൊച്ചിലെ തൊട്ടേ കണ്ടു വളർന്നിട്ടുണ്ട്. എന്റെ അപ്പൂപ്പനാണെങ്കിലും അപ്പൂപ്പനൊരു ബുക്ക് ഉണ്ട്, ചെറിയ ബുക്ക് പോലെ ഉണ്ട്, അതിൻ്റെ അകത്ത് ചെലവാക്കുന്ന 1 രൂപ പോലും എഴുതി വെക്കുമായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് പിന്നെ ആർക്കൊക്കെ എത്ര കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ എത്ര കിട്ടാനുണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പൊ അതുപോലെ കണ്ടു വളർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ആകുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പണം കൈകാര്യം ചെയ്യുന്ന രീതിയാണെങ്കിലും അതെനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് അറിയാമായിരുന്നു. അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു വളർന്നതാണ്. അപ്പം മകളുടെ കാര്യത്തിലാണെങ്കിൽ ഞാനത്, അവൾക്കിപ്പോ 3 വയസ്സായിട്ടേ ഉള്ളൂ, എന്നാലും ഞാൻ മകളുടെ കാര്യത്തിലാണെങ്കിലും അത് ഞങ്ങള് തമ്മിൽ അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അവൾക്ക് അങ്ങനെ അവൾ പറയുന്ന വാശി പിടിക്കുന്ന ടോയ്സ് എല്ലാം തന്നെ വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല. പിന്നെ ചോക്ലേറ്റ് ആണെങ്കിലും ഒക്കെ അവളുടെ അടുത്ത് നമ്മൾ പറയും, നമുക്ക് മാസാവസാനം ആകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ടൈറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അവളോട് പറയും, മോനെ കുഴപ്പമില്ല, അമ്മയ്ക്ക് ശമ്പളം കിട്ടി അല്ലെങ്കിൽ അച്ഛന് ശമ്പളം കിട്ടിയിട്ട് കുഞ്ഞിന് വാങ്ങിച്ചു തരാൻ അവള് കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മള് അവളിലോട്ട് അത് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പുതുതായിട്ട് സംരംഭം, ഇപ്പൊ ഈ നമ്മളിത് കേട്ട ശേഷം ഒരു സംരംഭം തുടങ്ങണം എന്ന് പലർക്കും ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളോട് എന്താണ് സൂര്യക്ക് പറയാനുള്ളത് അവസാനമായിട്ട്? തീർച്ചയായിട്ടും അവർക്ക് സംരംഭം തുടങ്ങാം, ഒരു പ്രശ്നമില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഓഫ്ലൈൻ സംരംഭം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി സംരംഭം തുടങ്ങണമെന്ന് താല്പര്യമുണ്ട്, തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിർത്താൻ പാടില്ല. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനു വേണ്ടി സമയം കണ്ടെത്താനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ഇന്ന്. സൂര്യയുടെ ഇന്റർനെറ്റ് കണക്ഷൻ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. സൂര്യ തിരിച്ചു വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും ഇന്നത്തെ ലൈവ് സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. സംരംഭം തുടങ്ങുക എന്നുള്ളത് പലർക്കുമുള്ള ഒരു ആഗ്രഹമാണ്. ഒരു ജോലിയിലൊക്കെ ഇരിക്കുമ്പോൾ പോലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ള ആശ. കേൾക്കാം സൂര്യ, കുഴപ്പമില്ല, തുടർന്നോളൂ. അപ്പം പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. നമ്മൾ ഇത്ര വർഷത്തിനുള്ളിൽ ഇന്ന മൈൽ സ്റ്റോൺ എത്തും, അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ നമ്മുടെ സ്ഥാപനം ഈ രീതിയിലാകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എഴുതിയൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ സക്സസ് ആകാൻ പറ്റും. അതായത് നമ്മൾ ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല സംരംഭം എന്ന് പറയുന്നത്. നമ്മൾ അതിൽ ടൈം ഇൻവെസ്റ്റ്, നമ്മൾക്ക് ഒരു ഗോൾ ഉണ്ടാകണം. ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിചാരിക്കുന്ന ഹൈറ്റിൽ തന്നെ എത്താൻ പറ്റും.
തീർച്ചയായിട്ടും ഇതൊരു അവസരം ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളതാണ് സൂര്യ പറയുന്നത്. ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് വളരെയധികം ഈസി ആയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സപ്പോർട്ടുകൾ സംരംഭകത്വത്തിന് ഇപ്പൊ ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം ഒരു സംരംഭമാണെങ്കിൽ ഇതാണ് അതിന്റെ ഏറ്റവും നല്ല സമയം എന്നാണ് സൂര്യയുടെ അനുഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടിയിൽ ഇന്നത്തെ അതിഥിയിൽ എത്തിച്ചേർന്നതിന് വളരെയധികം നന്ദി സൂര്യ. സൂര്യയുടെ അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് പാഠങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ലൈവ് സെഷനിൽ വീണ്ടും നമുക്ക് കൂട്ടക്ഷരങ്ങളുടെ ഇന്നത്തെ അതിഥിയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നന്ദി ബാബു, താങ്ക് യു.